കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഛത്തീസ്ഗഡിൽ വീണ്ടും ബജരംഗ് ദൾ ആക്രമണം. റായ്പൂരിൽ ക്രിസ്ത്യൻ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കിടെ ബജരംഗ് ദൾ പ്രവർത്തകർ ബഹളം വയ്ക്കുകയായിരുന്നു. പ്രാർത്ഥനയ്ക്കെത്തിയവരെ മർദ്ദിച്ചതായി പാസ്റ്റർ പറഞ്ഞു. അതിനിടെ ഒഡീഷയിൽ വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തിൽ വിചിത്രവാദവുമായി അക്രമി സംഘത്തെ നയിച്ച ജ്യോതിർമയി നന്ദ രംഗത്തെത്തി. മതപരിവർത്തനത്തിന് തെളിവ് വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും കയ്യിലുണ്ടായിരുന്ന ബൈബിളാണ് എന്നാണ് ജ്യോതിർമയി നന്ദയുടെ വിചിത്രവാദം. 24-നോട് അവർ പ്രതികരിച്ചു. അതിലേക്ക് हमारे पास पंचायत जो बेलूरा पंचायत में एक गांव गंगाधरपुर, उसी गांव में धर्म परिवर्तन सनातन संस्कृति हिंदू धर्मी। फिर हम लोग पूछा प्रार्थना क्यों करने के लिए, आपका बैग में क्या है ना, बाइबल है। हम लोग तो प्रशासन के ऊपर छोड़ दिया था, तो प्रशासन या फिर उड़ीसा सरकार इनके लिए जो करेगा. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, നേരത്തെ ഛത്തീസ്ഗഡിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഉയർന്ന പ്രതിഷേധങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. എന്നിട്ടും വീണ്ടും ഒരു ആക്രമണത്തിനുള്ള ധൈര്യം ബജരംഗ് ദളിന് ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനം. വിവരങ്ങൾ എന്താണ്? ഉയർന്നിരിക്കുന്ന പരാതി എന്താണ് അജീഷ് ജയകുമാർ? റീജിത്ത്, ഈ ഛത്തീസ്ഗഡിൽ നമ്മൾ നേരിട്ട് സഞ്ചരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ പതിവാണെന്നാണ് അവിടുത്തെ പാസ്റ്റർമാർ തന്നെ പറഞ്ഞിരുന്നത്. കാരണം പ്രധാനമായിട്ടും ഈ ഞായറാഴ്ചകളിലാണ് ഈ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഈ ഞായറാഴ്ച അവർ ഈ പാസ്റ്റർമാർ അവരുടെ ആരുടെയെങ്കിലും വിശ്വാസികളുടെ വീട്ടിലായിരിക്കും ഇത്തരത്തിൽ പ്രാർത്ഥനാ യോഗത്തിനായി ചേരുന്നത്. അങ്ങനെ പ്രാർത്ഥന നടത്തുമ്പോൾ ബജരംഗ് ദൾ പ്രവർത്തകർ അവിടെ എത്തുകയും ഭീഷണിപ്പെടുത്തുന്ന ഈ സംഭവങ്ങൾ ഒരുപാട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സമാനമായിട്ടൊരു സംഭവമാണ് ഇന്നും നടന്നത്. റായ്പൂരിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളത്. റായ്പൂരിലെ കുക്കൂർ ബേഡ എന്ന പ്രദേശത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അവിടെ ഈ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അവരുടെ വിശ്വാസിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടക്കുകയായിരുന്നു. അപ്പോഴാണ് ബജരംഗ് ദൾ പ്രവർത്തകരും ചില ഹൈന്ദവ സംഘടനയുടെ പ്രവർത്തകരും ആ വീട്ടിലേക്ക് ഇരച്ചെത്തിയത്. അവിടെ ഈ മതപരിവർത്തനം നടത്തുന്നു പ്രാർത്ഥനാ യോഗത്തിന്റെ രൂപത്തിൽ എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇവർ അവിടെ എത്തിയത്. അതിനുശേഷം അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ഇവർ ഈ ജയശ്രീറാം മുഴക്കുകയും ഒപ്പം തന്നെ ഹനുമാൻ ചാലിസ ആ മന്ത്രവും അവിടെ വിളിക്കുകയും ചെയ്തു. ഏറെ നേരം അവിടെ സംഘർഷാവസ്ഥയുണ്ടായി. അവിടുത്തെ പാസ്റ്റർ പറഞ്ഞത് പാസ്റ്ററിനെ ഈ പ്രവർത്തകരുടെ മർദ്ദനമേറ്റു എന്നാണ് പറഞ്ഞത്. പിന്നീട് പോലീസ് എത്തി. പോലീസിന്റെ മുന്നിൽ വെച്ചും അവരിവിടെ ബഹളമുണ്ടാക്കുകയായിരുന്നു, മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഒടുവിൽ കൂടുതൽ സേന അവിടെ എത്തിയതിനു ശേഷം പിന്നീട് ഇവരെ പിരിച്ചു വിടുകയായിരുന്നു. എന്തായാലും ഇത്തരം സംഭവങ്ങൾ അവിടെ ആവർത്തിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവിടെ ഈ കന്യാസ്ത്രീകളുടെ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ പോലും അവിടെ ഏതാണ്ട് നിരവധി കേസുകൾ, ഈ പാസ്റ്റർമാരുടെ തന്നെ അനുഭവങ്ങൾ അവർ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. ഏതാണ്ട് നിരവധി കേസുകൾ ഇത്തരത്തിൽ ഛത്തീസ്ഗഡിന്റെ പല ഭാഗങ്ങളിലും പല ജില്ലകളിലും അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. ഈ സ്കൂളുകൾ നടത്തുന്ന ഈ സ്ഥാപനങ്ങൾക്കെതിരെ, ഒപ്പം തന്നെ ഇതേപോലെ പ്രാർത്ഥനകൾ നടത്തുന്ന പള്ളികൾക്കെതിരെ, വീടുകൾക്കെതിരെ ഒക്കെ തന്നെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് പക്ഷേ ഈ ബജരംഗ് ദൾ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് എടുക്കാറില്ല. പകരം ഈ മതപരിവർത്തനം ആരോപിച്ച് ഈ പാസ്റ്റർമാർക്കെതിരെയാണ് കേസ് എടുക്കാറ്. അങ്ങനെ നിരവധി പേർ ജയിലിലും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ളൊരു സംഭവമാണ് ഇന്നും നടന്നിട്ടുള്ളത്. എന്തായാലും കേസെടുത്ത അതിന്റെ വിവരങ്ങളൊന്നും ഇതുവരേക്കും പുറത്തു വന്നിട്ടില്ല. അജീഷ്, ഈ ക്രിസ്ത്യൻ പ്രാർത്ഥനാ കൂട്ടായ്മ ഇതിനെ നിയമപരമായി മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രതികരണം അവരുടെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? ഈ പോലീസിലൊക്കെ പരാതി നൽകിയിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. നേരത്തെ ഉണ്ടായ സംഭവത്തിൽ ഈ യുവതികളുടെ പരാതിയിലൊന്നും ഇപ്പോഴും പോലീസ് ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല. മറുവശത്താണെങ്കിൽ പ്രഥമദൃഷ്ട്യാ തന്നെ ഒറ്റനോട്ടത്തിൽ തന്നെ ഒരു തെളിവില്ലാതിരുന്നിട്ടും കേസെടുക്കുന്ന നടപടിയിലേക്ക് കടക്കുന്ന പോലീസിൻ്റെ സമീപനവുമുണ്ട്. ഇതൊക്കെയാണോ ഈ ബജരംഗ് ദളിന് ധൈര്യം നൽകുന്നത് അജീഷ്? നിലവിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അവിടുത്തെ ആളുകൾ പറയുന്നില്ല. നിലവിൽ ഈ സ്ഥലത്തെ ഈ പാസ്റ്ററുമായിട്ടൊന്നും നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ഈ ഒരു അസോസിയേഷൻ, അവരുടെ ഭാരവാഹികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നൊരു കാര്യം പ്രധാനമായും ഇവർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള അതിക്രമം കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. പലരും പേടി കാരണമാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകർക്കെതിരെ കേസ് പോലും കൊടുക്കാത്തത്. ഈ കന്യാസ്ത്രീകളുടെ സംഭവത്തിൽ പോലും ഈ സഭ ഇതുവരേക്കും ആ കേസ് ഇവർക്കെതിരെ കൊടുത്തിട്ടില്ല. പകരം ആ പെൺകുട്ടികളാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത്. അതും CPIയുടെ നിയമസഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് പെൺകുട്ടികളും കേസ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ സഭയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ പ്രകോപനപരമായിട്ട് അത് അവരെ കൂടുതൽ പ്രകോപിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ കേസ് കൊടുക്കാത്തത്. സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത്. കാരണം നിലവിൽ അത്തരത്തിൽ കേസ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഇതുവരേക്കും ആലോചിച്ചിട്ടില്ല. അങ്ങനെ കേസ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ അക്രമ സംഭവങ്ങൾക്കോ അല്ലെങ്കിൽ പ്രകോപനത്തിനോ വഴിവെച്ചേക്കാം എന്നുള്ളത് കൊണ്ടാണ് അവരത്തിൽ കേസ് കൊടുക്കാത്തത്. നിലവിൽ എന്തായാലും അത് അതിഭയാനകമായിട്ടൊരു സംഭവം തന്നെയാണ് നടക്കുന്നത്. കാരണം അവിടെ
അവിടെ കന്യാസ്ത്രീകളുടെ സംഭവം നടന്നിട്ട് ഏതാണ്ട് 2 ആഴ്ച പിന്നിടുന്നതേ ഉള്ളൂ. അതിന് പിന്നാലെയാണ് തൊട്ട് ആ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും സമാനമായിട്ടൊരു സംഭവം നടക്കുന്നത്. അത് പക്ഷേ ഒരു പാസ്റ്ററിനാണ് മർദ്ദനമേറ്റത്. അവരുടെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ പ്രാർത്ഥനാ യോഗം നടക്കുകയായിരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും ഇത്തരത്തിൽ അവർ പ്രാർത്ഥനാ യോഗം ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ വീട്ടിൽ കൂടാറുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അത്തരത്തിൽ ഒരു വിശ്വാസിയുടെ വീട്ടിൽ പ്രാർത്ഥനാ യോഗം നടക്കുകയായിരുന്നു. ഈ പ്രാർത്ഥനയ്ക്കിടയിലാണ് ഈ പ്രവർത്തകർ ഇരച്ചെത്തിയതും അക്രമം നടത്തിയതും. ശരി, അജീഷ് ജയകുമാർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഛത്തീസ്ഗഡിൽ വീണ്ടും ബജരംഗ് ദളിന്റെ ആക്രമണം ഉണ്ടാവുകയാണ്. റായ്പൂരിലാണ് ക്രിസ്ത്യൻ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കിടെ ബജരംഗ് ദൾ പ്രവർത്തകർ ഇരച്ചെത്തിയത്. പിന്നീട് ബഹളം വെച്ചത് അവിടെ പ്രാർത്ഥനയ്ക്കെത്തിയവരെ മർദ്ദിച്ചതായി പാസ്റ്റർ പറയുന്നുണ്ട്.